Hello students. Today we are going to discuss the last year's question paper. അതായത് 2020 നവംബറിൽ നടക്കേണ്ടിരുന്ന പരീക്ഷയുടെ ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് സെമിസ്റ്റർ കോംപ്ലിമെന്ററി പേപ്പർ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആൻഡ് തെർമോഡൈനാമിക്സ്. അപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ ഇത് ക്വസ്റ്റ്യനും ആൻസറും ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ് കാണാൻ വേണ്ടി ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ നോക്കാം. അതിന് മുമ്പേ ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ ഒന്ന് ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് സീലിംഗ് ആണ്. സീലിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം ആൻസർ ചെയ്യാം. അതെല്ലാം ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള എല്ലാം നിങ്ങൾ ആൻസർ ചെയ്ത എല്ലാത്തിനും മാർക്ക് ഇട്ടിട്ട് അതെല്ലാം കൂടെ കൂട്ടിയിട്ട് മാക്സിമം നിങ്ങൾക്ക് 24 മാർക്ക് വരെ സ്കോർ ചെയ്യാം. ആ രീതിയിലാണ്. ഇപ്പൊ 12 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ 8 എണ്ണം എഴുതിയാൽ ഓരോന്നിനും 3 മാർക്ക്. 8 എണ്ണം ഫുള്ളായി കറക്റ്റായിട്ട് എഴുതിയാൽ 24 മാർക്സ് കിട്ടും. അതുപോലെ ഇപ്പം 12 എണ്ണത്തില് പാർഷ്യലി കറക്റ്റ് ആയിട്ട് ചിലപ്പോൾ ഇതിൽ 3 മാർക്കിന് പകരം നിങ്ങൾക്ക് 1 മാർക്കോ 2 മാർക്കോ അങ്ങനെ ആയിട്ട് കിട്ടിയിട്ട് ഇതിലെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് 24 മാർക്ക് കിട്ടിയാലും മതി. അപ്പം സീലിംഗ് ആയതുകൊണ്ട് ശ്രദ്ധിക്കുക, മാക്സിമം എഴുതാൻ നോക്കുക, എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യുക. എന്നാലും നിങ്ങൾക്ക് ആ ഒരു പാർട്ടിൽ മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ 24 ആണ് ആദ്യത്തെ പാർട്ടിൻ്റെത്. രണ്ടാമത്തെ പാർട്ടിൻ്റെത് 25 ആണ്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 7 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 7 ക്വസ്റ്റ്യൻസിലൂടെ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ 25 മാർക്സ് കിട്ടും. മാക്സിമം ആയിട്ട് 25. ലാസ്റ്റ് വൺ ശ്രദ്ധിക്കുക, essay ക്വസ്റ്റ്യൻ ആണ്. essay ക്വസ്റ്റ്യനിൽ there is no ceiling. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ആൻസർ ചെയ്യാൻ പാടുള്ളൂ. 2 എണ്ണം ആൻസർ ചെയ്യാൻ പോകരുത്. നിങ്ങളെ സമയം വെറുതെ നഷ്ടപ്പെടുക ചെയ്യുക. അപ്പോൾ 2 എണ്ണം ആൻസർ ചെയ്തിട്ട് ഇപ്പോൾ ഒന്നിന് 5 മാർക്കും അടുത്തതിന് 6 മാർക്കും കിട്ടിക്കഴിഞ്ഞാൽ 6 മാർക്ക് കിട്ടിയ ആൻസർ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. 5 മാർക്കിൻ്റെത് അത് ഒഴിവാക്കുക ചെയ്യുക. അപ്പോൾ അതിൽ സീലിംഗ് ഇല്ല. അതുകൊണ്ട് ഒരു essay നല്ല ഭംഗിയായിട്ട് എഴുതാം. അത് ശ്രദ്ധിക്കുക. 2 എണ്ണം എഴുതാൻ പോകരുത്. പകുതി എഴുതിയിട്ട് കാര്യമില്ല അവിടെ. അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേണിനെ പറ്റി പറയാനുള്ളത്. ഇനി നമ്മൾ ആൻസേഴ്സ് നോക്കാം ഓരോന്നായിട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വാട്ട് ഡു യു മീൻ ബൈ ദ ടേം പോയ്സോൺസ് റേഷ്യോ? വാട്ട് ആർ ഇറ്റ്സ് ലിമിറ്റിംഗ് വാല്യൂസ്? If a body is stressed within its elastic limit, the lateral strain bears a constant ratio to the linear strain. അപ്പോൾ lateral strain by linear strain ആണ് പോയ്സോൺസ് റേഷ്യോ എന്ന് പറയുന്നത്. അതിന് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ സിഗ്മ ആണ്. അത് തിയറിറ്റിക്കൽ. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യന് 2 പാർട്ട് ഉണ്ട്. അപ്പോൾ 2 പാർട്ടിനായിട്ടാണ് മാർക്ക് ഉണ്ടാവുക. ഈ ഫസ്റ്റിന്റെ മാർക്ക് ഇതിന് 2 മാർക്കും ഇതിന് 1 മാർക്കും ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പോയ്സോൺസ് റേഷ്യോ മാത്രം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്കേ കിട്ടുള്ളൂ. ശരിയായിട്ട് എഴുതി കഴിഞ്ഞാൽ ലിമിറ്റിംഗ് വാല്യൂസ് കൂടി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക്, അടുത്ത 1 മാർക്ക് കൂടെ കിട്ടുള്ളൂ. ഇപ്പോൾ തിയറിറ്റിക്കൽ ലിമിറ്റിംഗ് വാല്യൂസ് എന്ന് പറയുന്നത് 1 to 0.5 ആണ്. മോസ്റ്റ് മെറ്റീരിയൽസ് ഹാവ് പോയ്സോൺസ് റേഷ്യോ -1 to 0.5 ആണ്. അപ്പോൾ ഇവിടെ മോസ്റ്റ് മെറ്റീരിയൽസ് ഹാവ് ബിറ്റ്വീൻ 0 to 0.5. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഡു യു മീൻ ബൈ യൂണിഫോം ബെൻഡിങ്? ഹൗ ക്യാൻ യു അച്ചീവ് യൂണിഫോം ബെൻഡിങ് ഇൻ എ ബീം? അപ്പോൾ ഇവിടെ 2 പാർട്ട് ഉണ്ട്. അപ്പോൾ രണ്ടിനും ഈക്വൽ വെയിറ്റേജ് ആയിട്ട് 1.5 ആയിട്ടായിരിക്കാം വാല്യുവേഷൻ എടുക്കുന്നത്. അപ്പോൾ ഇൻ യൂണിഫോം ബെൻഡിങ് എവറി എലിമെന്റ് ഓഫ് ദി ബീം ഇസ് ബെൻഡ് വിത്ത് ദ സെയിം റേഡിയസ് ഓഫ് കർവേച്ചർ. അതാണ് യൂണിഫോം ബെൻഡിങ് എന്ന് പറയുന്നത്. ഹൗ ക്യാൻ യു അച്ചീവ് യൂണിഫോം ബെൻഡിങ് ഇൻ എ ബീം? അപ്പോൾ അവിടെ ഫിഗർ ഒക്കെ വരയ്ക്കുക. അതിൻ്റെ എക്സ്പ്ലനേഷൻ എങ്ങനെയാണ് അത് കിട്ടുന്നത് എന്നുള്ള എഴുതുക. അതായത് 2 സൈഡിലും വെയിറ്റ് ഇട്ടിട്ട് നിങ്ങൾ എക്സ്പെരിമെന്റും ചെയ്യാനുണ്ട്, യൂണിഫോം ബെൻഡിങ്ങും നോൺ യൂണിഫോം ബെൻഡിങ്ങും. അപ്പോൾ യൂണിഫോം ബെൻഡിങ് വരുന്നത് നമ്മൾ 2 സൈഡിലും വെയിറ്റ്, ഒരു ബീമിൻ്റെ 2 സൈഡിലും ഈക്വലി വെയിറ്റ് കൊടുക്കുകയാണെങ്കിലാണ് യൂണിഫോം ബെൻഡിങ് വരിക. അപ്പോൾ അത് ഫിഗറോ അല്ലെങ്കിൽ അത് എഴുതുകയോ ചെയ്യുക. അതിനാണ് അടുത്ത 1.5 മാർക്ക്. Next question, compare the couple required for twist in a hollow cylinder and a solid cylinder. അപ്പോൾ അതിലേതിനാണ് കൂടുതൽ കപ്പിൾ പെർ യൂണിറ്റ് ടെസ്റ്റ് ഉണ്ടാവുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഹോളോ സിലിണ്ടറും സോളിഡ് സിലിണ്ടറും. അപ്പോൾ C = πn/4/2L θ. C' ഇത് നിങ്ങൾക്ക് ടെക്സ്റ്റിലുള്ളതാണ്. അപ്പോൾ C' എന്ന് പറയുന്നത് ഹോളോ സിലിണ്ടറിൻ്റെ ഒന്ന് എടുക്കുക, പിന്നെ സോളിഡ് സിലിണ്ടറിൻ്റെ എടുക്കുക, അതിൻ്റെ റേഷ്യോ കാണുക. അതിൻ്റെ റേഷ്യോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് C' = C greater than C എന്ന് കിട്ടും. അപ്പം ഇവിടെ ഹോളോ സിലിണ്ടറിൻ്റെ ആണ്
കൂടുതലായിട്ട് വരിക. ഹോളോ സിലിണ്ടറിനാണ് രണ്ട് റേഡിയസ് ഉണ്ടാവുക, ഇന്നർ റേഡിയസും ഔട്ടർ റേഡിയസും. ഓക്കെ, അപ്പോൾ അതാണ് R2ഉം R1ഉം ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം R2⁻4 R1⁴ ഇതിൻ്റെ റേഷ്യോ എടുക്കുക. അപ്പോൾ ഇവിടെ ഹോളോ സിലിണ്ടറിൻ്റെ കപ്പിൾ പെർ യൂണിറ്റ് ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് എ സോളിഡ് സിലിണ്ടർ എന്ന് കിട്ടും. Okay. Next one, what are the two forces that govern the shape of a liquid drop? Why a larger drop assumes flat shape? അപ്പോൾ ഇവിടെ ടു ഫോഴ്സസ്, ഒന്ന് അഡീഷൻ ഫോഴ്സും കൊഹീഷൻ ഫോഴ്സ് അല്ലെങ്കിൽ സർഫസ് ടെൻഷൻ എഴുതിയാലും മതി. സർഫസ് ടെൻഷൻ ആണ് ഒരു ഫോഴ്സ്. പിന്നെ ഇവിടെ ഫ്ലാറ്റ് സർഫസ് ആവുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ സർഫസ് ടെൻഷൻ always try to reduce the surface area. Surface tension thus flattens the curved liquid surface in a capillary tube. അത് നമുക്ക് അറിയുന്ന കാര്യം, capillary ട്യൂബിൽ curved surface ഒക്കെ ഉള്ളതിൻ്റെ കാരണം സർഫസ് ടെൻഷൻ ആണ്. പിന്നെ സൈസ് ഓഫ് ദ ഡ്രോപ്പ് ഇൻക്രീസസ്. അപ്പോൾ ഒരു ലാർജർ ഡ്രോപ്പിന്റെ കേസിൽ എന്താ ഉണ്ടാവും? സൈസ് ഓഫ് ദി ഡ്രോപ്പ്, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഓൺ ദ ഡ്രോപ്പ് ഇൻക്രീസസ്. സൈസ് വലുതാകുമ്പോൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സും ഉണ്ടാകും, which tries to deform the shape. Therefore, bigger drops are flat. ഓക്കെ, അപ്പോൾ അതിന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടെ ഉണ്ടാകും. സർഫസ് ടെൻഷൻ അതിനെ ഉള്ളോട്ട് വലിക്കുന്നുണ്ടാകും, എന്നിട്ട് അതിൻ്റെ സർഫസ് ഏരിയ കുറയ്ക്കാൻ നോക്കും. അതിൻ്റെ കൂടെ പക്ഷേ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാകുമ്പോൾ ആ ഫോഴ്സിൻ്റെ എഫക്റ്റ് കൊണ്ടാണ് ഡ്രോപ്പ് ഫ്ലാറ്റൻഡ് ആവുന്നത്. പിന്നെ ഒരു ഫോളിങ് ഡ്രോപ്പ് ആണെങ്കിൽ ദ എയർ റെസിസ്റ്റൻസ് ഫ്ലാറ്റൻസ് ദ ഫ്രണ്ട് ആൻഡ് ഫോംസ് എ ടെയിൽ. അപ്പം നമുക്കറിയാം ഒരു മഴത്തുള്ളിയുടെയൊക്കെ ഷേപ്പ് നമ്മൾക്ക് അറിയാം വരയ്ക്കുന്നേരം. അപ്പോൾ ആ ഒരു ഷേപ്പ് ഉണ്ടാവാൻ കാരണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെയും കൂടെ എഫക്റ്റ് കൊണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. റൈറ്റ് ഡൗൺ ദ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കസ് ഫ്ലോ ഓഫ് ലിക്വിഡ്സ്, എക്സ്പ്ലെയിൻ ദ ടേംസ് ഇൻവോൾവ്. അപ്പോൾ ഇവിടെ എപ്പോഴും ഇക്വേഷൻ എഴുതുക, അതിലുള്ള ഓരോ ടേംസും എന്താണെന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി സ്റ്റേറ്റ്സ് ദാറ്റ് ഷിയർ സ്ട്രെസ് between the adjacent fluid layers is proportional to negative value of the velocity gradient between the two layers. അപ്പോൾ F/A, that is the shear stress. അത് F ഫോഴ്സ് ആണ്, A ഏരിയ ആണ്, ഈറ്റ എന്ന് പറയുന്നത് ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. ഇപ്പോൾ dV/dx is the velocity gradient. dV എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ്, അതാണ് dV/dx. അപ്പോൾ ഈ ടേംസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇതാണ് ഇക്വേഷൻ. F/A is equal to minus eta dV/dx. പിന്നെ അടുത്തത്, വാട്ട് ഈസ് ബ്രൗണിയൻ മോഷൻ? റാൻഡം മോഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഇൻ എ ഫ്ലൂയിഡ് ആണ്. വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് ബ്രൗണിയൻ മോഷൻ ഓൾസോ ഇൻക്രീസസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയതായിട്ട് ഒരു ഫിഗർ വരച്ച് വയ്ക്കുകയും ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് റൈറ്റ് ഡൗൺ ദ എക്സ്പ്രഷൻ ഫോർ എൻ ഐസോതെർമൽ ആൻഡ് അഡിയബാറ്റിക് പ്രോസസ്. ഇപ്പോൾ ഐസോതെർമൽ പ്രോസസ്സിൻ്റെ എന്താ ഇക്വേഷൻ എഴുതാം? PV equal to constant and adiabatic PV raised to gamma is a constant. അതുപോലെ TV ആയിട്ടും PT ആയിട്ടുള്ള ഇക്വേഷൻസ് എഴുതാം. അപ്പോൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇങ്ങനെ റൈറ്റ് ഡൗൺ ദ എക്സ്പ്രഷൻ ഫോർ ഐസോതെർമൽ പ്രോസസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും അതിൻ്റെ വർക്ക് ഡണിൻ്റെ ഇക്വേഷൻ എഴുതി വയ്ക്കും. അത് തെറ്റാണ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് നോക്കിയിട്ട് എഴുതണം. അപ്പം വർക്ക് ഡൺ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ എഴുതിയാൽ പോരാ, വർക്ക് ഡണിൻ്റെ അഡിയാബാറ്റിക് പ്രോസസ്സിലെ വർക്ക് ഡണിൻ്റെ ഐസോതെർമൽ പ്രോസസ്സിലെ വർക്ക് ഡണിൻ്റെ ഇക്വേഷൻ എഴുതണം. അപ്പോൾ ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ നോക്കി അതിനനുസരിച്ചിട്ട് ആൻസർ എഴുതാം. Okay, next one is what you meant by quasi-static process. Quasi-static process is an infinitely slow process in which the system changes its variables P, V, T so slowly such that it remains in equilibrium with its surroundings throughout. അപ്പോൾ ഇവിടെ infinitely slow എന്നുള്ള കാര്യമാണ് മെയിൻ പോയിന്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ വേരിയബിൾസും P, V, T. Okay. Next one is explain the first law of thermodynamics. അത് നിങ്ങൾക്ക് അറിയുന്നതാണ്. First law states that the amount of heat given dq is equal to du plus dw is used for the sum of increase in internal energy and the energy of the system and the external work done. So dq is equal to du plus dw. It is a restatement of conservation of energy. Next one is, what do you mean by the coefficient of performance of a refrigerator? The coefficient of performance beta is defined as the heat removed from the sink Q2 divided by the work done to remove the heat. That is Q2 divided by W. The equation is that in terms of temperature equation, heat in terms of temperature terms. Next one is entropy of an irreversible process. Irreversible process always increases. Why?
അപ്പോൾ എന്തുകൊണ്ടാണ് ഇറിവേഴ്സിബിൾ പ്രോസസ്സിൽ എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ അതിൽ ഇറ്റ് ഇസ് in a reversible process the entropy of the universe stays unchanged, but in an irreversible process the entropy of the universe increases. To make it clear, consider a natural process of conduction of heat from a body A at temperature T1 to another body B at a temperature T2. The process is irreversible since heat always flows from higher to lower temperature. The quantity of heat thus transmitted to BQ. അപ്പം ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ്സ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഒരു A എന്നുള്ളൊരു ബോഡി ടെമ്പറേച്ചർ T1 ആൻഡ് അനദർ ബോഡി T2. അതിൽ ഹീറ്റ് ഹയർ ടെമ്പറേച്ചറുള്ള ബോഡിയിൽ നിന്ന് ലോവർ ടെമ്പറേച്ചറുള്ള ബോഡിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാണ്. ആൻഡ് amount ഓഫ് ഹീറ്റ് ട്രാൻസ്മിറ്റഡ് ഇസ് Q. അങ്ങനെയാകുമ്പോൾ ഡിക്രീസ് ഇൻ എൻട്രോപ്പി ഓഫ് ഹോട്ടർ ബോഡി എന്ന് പറയുന്നത് Q/T1 ആയിരിക്കും. ഇൻക്രീസ് ഇൻ എൻട്രോപ്പി ഓഫ് ദി കോൾഡർ ബോഡി ഇസ് Q/T2 ആണ്. സോ നെറ്റ് ഇൻക്രീസ് ഇൻ എൻട്രോപ്പി ഓഫ് ദി സിസ്റ്റം എന്ന് പറയുന്നത് DS is equal to Q/T2 minus Q/T1 ആണ്. ദിസ് ഇസ് പോസിറ്റീവ്. എങ്ങനെയാണ് പോസിറ്റീവ് ആവുന്നത്? T1 is greater than T2. ഓക്കെ, T1 എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഓഫ് A ആണ്, അത് ഹയർ ടെമ്പറേച്ചറിലാണ്. അപ്പോൾ T1 greater than T2 ആയതുകൊണ്ട് ദിസ് ചേഞ്ച് ഇൻ എൻട്രോപ്പി വിൽ ബി always positive. That is the and it says that there is a increase in entropy. Okay, ഈ കാര്യങ്ങൾ എഴുതണം. What is the effect of pressure on boiling point of a liquid? ഇപ്പോൾ Clapeyron equation എഴുതാം. Give an example where it is applicable. അപ്പോൾ ഇവിടെ ഈ Clapeyron equation dP/dt equal to L/T into V2 minus V1. Then the liquid is converted into gaseous state. The volume V2 of the gas is always greater than corresponding volume V1 of the liquid. Gaseous സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് വോളിയം ഇൻക്രീസ് ചെയ്യും. This V2 minus V1 is always positive. Since L and T are positive. L എന്ന് പറയുന്നത് latent heat of vaporization ആണ്. T എന്ന് പറയുന്നത് temperature ആണ്. Value dP/dt will be positive. This means that boiling point of every liquid rises with increase in pressure. അപ്പോൾ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് dP/dt പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ boiling point every liquid rises with increase in pressure. പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യും. dP is proportional to dt എന്ന് വരുമല്ലോ. ചേഞ്ച് ഇൻ പ്രഷർ ഇസ് പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ പ്രഷർ കൂടുന്ന സമയത്ത് ബോയിലിംഗ് പോയിന്റും കൂടും. ഇതിന്റെ എക്സാമ്പിൾ ആണ് ഇൻ പ്രഷർ കുക്കേഴ്സ് ദ ലിക്വിഡ് ബോയിൽസ് അറ്റ് എ ഹയർ ടെമ്പറേച്ചർ ബിക്കോസ് ദ പ്രഷർ ഇൻസൈഡ് ഈസ് മോർ ദാൻ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. പ്രഷർ കുക്കർ എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ബോയിലിംഗ് ടെമ്പറേച്ചറും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഹയർ ടെമ്പറേച്ചറിൽ അത് കുക്കാവും. പിന്നെന്താണ് അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ് നമ്മൾ നല്ല ഉയരമുള്ള സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയർ പ്രഷർ കുറയും. അപ്പോൾ എന്താ ഉണ്ടാവുക? പ്രഷർ കുറയുന്ന സമയത്ത് ബോയിലിംഗ് ടെമ്പറേച്ചർ കുറയും. അപ്പം ദിസ് വാട്ടർ ബോയിൽസ് അറ്റ് ടെമ്പറേച്ചർ ലെസ് ദാൻ 100 ഡിഗ്രി സെൽഷ്യസ്. അങ്ങനെ ആകുമ്പോൾ എന്താണ്, ചെറിയ തരത്തിൽ തന്നെ തിളയ്ക്കുന്നത് കൊണ്ട് നമ്മുടെ ഫുഡ് കുക്ക് ആവാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പം അങ്ങനെ ആ കാര്യങ്ങൾ എഴുതാം. നെക്സ്റ്റ് സെക്ഷൻ ബി ആണ്. സെക്ഷൻ ബിയിലെ പ്രോബ്ലംസ് ആണ്. പ്രോബ്ലംസ് നമുക്ക് നോക്കാം. എ വയർ ഓഫ് റേഡിയസ് 1 millimeter is bent to a circle of radius 20 centimeter. Determine the bending moment. Given the Young's modulus of the material of the wire is 200 gigapascal. അപ്പോൾ ഇവിടെ ഇതെല്ലാം ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് തന്നിട്ടുള്ളതെന്ന് ആദ്യം നോക്കാം. യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട് 200 gigapascal. ഗിഗ എന്ന് പറഞ്ഞാൽ 10⁹ ആണ്. പാസ്കൽ എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പം 200 into 10⁹ എന്ന് പറഞ്ഞാൽ 2 into 10⁻11 വരും. പിന്നെ തന്നിട്ടുള്ളത് വയർ ഓഫ് റേഡിയസ് 1 millimeter ആണ്. അപ്പോൾ റേഡിയസ് R is 1 millimeter. അതിനെ നമ്മൾ മീറ്ററിലേക്ക് മാറ്റാം. അപ്പം ഒന്നുകിൽ 1 into 10⁻³ മീറ്റർ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇതുപോലെ എഴുതാം 0.001 മീറ്റർ. പിന്നെ ആ വയറിന് ബെൻഡ് ചെയ്തിട്ട് 20 centimeter റേഡിയസ് ഉള്ള ഒരു സർക്കിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സർക്കിളിൻ റേഡിയസ് R is equal to 20 centimeter. It is 2 into 10⁻² meter. ഓക്കെ, ഇനി ഇതിൻ്റെ നമുക്ക് ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷൻ YIG/R ആണ്. അപ്പോൾ IG കാണണം. IG is മൊമെന്റ് ഓഫ് ഇനേഷ്യ, ജോമെട്രിക്കൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ. അതിപ്പോൾ ഒരു എന്താണ്, ഒരു സർക്കുലർ ക്രോസ് സെക്ഷൻ ആയതുകൊണ്ട് ഇറ്റ് ഈസ് πr⁴/4 ആണ്. അപ്പോൾ πr എന്ന് പറയുന്നത് 0.001 മീറ്റർ ആണ്.
അതിൻ്റെ റേസ്റ്റ് 4 ഡിവൈഡ് ബൈ 4 കണ്ടാൽ ഇത്രയും കിട്ടും. ഈ വാല്യൂ നിങ്ങൾ ബെൻഡിങ് മൊമെന്റ് ഇക്വേഷനിൽ എഴുതുക. C = YIG/R. അപ്പോൾ y എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് ആണ്. R എന്ന് പറയുന്നത് ഇവിടുത്തെ IG എന്ന് പറയുന്നത് ഈ വാല്യൂ 0.0785 × 10⁻11 എന്ന് വരും. R എന്ന് പറയുന്നത് ഈ സർക്കിളിന്റെ റേഡിയസ് 0.2. അപ്പോൾ ഇവിടെ C = 0.785 ന്യൂട്ടൺ മീറ്റർ എന്ന് വരും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് തന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതുക, എന്താ ചോദിച്ചതെന്ന് വെച്ചാൽ അതിൻ്റെ ഇക്വേഷൻ എഴുതുക, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, യൂണിറ്റ് എഴുതാൻ മറന്നു പോകരുത് ആൻസറിൻ്റെ. ഓക്കെ, അടുത്തത് കാൽക്കുലേറ്റ് ദ ഡിപ്രഷൻ അറ്റ് ദി ഫ്രീ എൻഡ് ഓഫ് എ ലൈറ്റ് ബീം ലോഡഡ് ബൈ 2 kg at its free end. The length, breadth and depth of the beam are length, breadth, depth തന്നിട്ടുണ്ട് 1.2 meter to 3 centimeter, 9 millimeter respectively. Given the Young's modulus of the material of the bar is given by 1.9 × 10⁻11 Newton per meter square. Young's modulus തന്നിട്ടുണ്ട്. അപ്പോൾ ഡെൽറ്റ ആണ് കാണേണ്ടത്. ഡെൽറ്റയുടെ ഇക്വേഷൻ WL3/3YIG എന്നാണ്. IG, since it is a rectangular cross section, IG is equal to BDQ/12 ആണ്. ഈ IG യുടെ വാല്യൂ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടും. ഡെൽറ്റ is equal to 4 × WL3/YBD3. അതായത് IG യുടെ വാല്യൂ BDQ/12 നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെ കിട്ടുന്നതാണ് 4WL3/YBD3. ഓക്കെ, അപ്പോൾ L is equal to 1.2 meter, B എന്ന് പറയുന്നത് 3 centimeter, D 9 millimeter വരും. എന്നിട്ട് ഡെൽറ്റ is equal to ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. കൃത്യമായിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക, കൃത്യമായിട്ട് ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ അതിൽ 4 എന്ന് എഴുതാം. W എന്ന് പറയുന്നത് വെയിറ്റ് 2 kg ആണ്. L ക്യൂബ് എന്ന് പറയുന്നത് എത്രയാണ്? 1.2 meter ക്യൂബ് ആണ്. WL3 അപ്പോൾ ഇവിടെ W ആണ്, M അല്ല. അപ്പോൾ മാസ് 2 kg കൂടെ യു ഹാവ് ടു മൾട്ടിപ്ലൈ ദാറ്റ് ടു M × G ആണ്ടാലേ വെയിറ്റ് കിട്ടുള്ളൂ. അതാണ് 2 × 9.8 എന്ന് കണ്ടത്. അപ്പോൾ 4 × 2 × 9.8 എന്ന് പറയുന്നത് G ആണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഇൻറ്റു L എന്ന് പറയുന്നത് 1.2 meter ക്യൂബ് ആണ്. അപ്പോൾ ഇത് ക്യൂബ് എഴുതുക, ഡിവൈഡഡ് ബൈ YBD3. വൈയുടെ വാല്യൂ യങ്സ് മോഡുലസിന്റെ വാല്യൂ, ബ്രെഡ്ത്ത്, തിക്നെസ്. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വെയിറ്റ് W is equal to mass into G, അതായത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ ഇൻ ട്വിസ്റ്റിംഗ് എ വയർ through an angle theta assuming the couple per unit twist of the wire is as C. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ ടെക്സ്റ്റിലുള്ള ഡെറിവേഷൻ നോക്കുക, എന്നിട്ട് കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ് കാണാം. C = πn/4/2L എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത് നോക്കിയാൽ മതി. Next one is determine the energy released when 8 droplets of water of radius 0.5 mm coalesce to form a single drop. Give the surface tension. Given the surface tension of water is 0.072 Newton per meter. ഇത് വളരെ കോമൺ ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കുറേ ഡ്രോപ്ലെറ്റ്സ് ഒന്നിച്ച് ചേർന്നിട്ട് വലിയ ഡ്രോപ്ലെറ്റ് ആവുന്ന സമയത്ത് എത്ര എനർജി റിലീസ് ചെയ്യുന്നതാണ്. തിരിച്ചുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നോക്കി വെക്കുക. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. ഒരു കുഞ്ഞു ഡ്രോപ്ലെറ്റ്സിന്റെ റേഡിയസ് 0.5 mm ആയിരുന്നു. അതിനെ മീറ്ററിലേക്ക് മാറ്റുക. സർഫസ് ടെൻഷൻ 0.072 Newton per meter ആണ്. N എന്ന് പറയുന്നത് 8 ആണ്. 8 ഡ്രോപ്ലെറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന്റെ വോളിയം എന്ന് പറയുന്നത് 4π3πr³ എന്ന് പറയുന്നത് 8 ഇൻറ്റു, അതായത് നമ്മൾ പുതിയ ഫോം ചെയ്ത ഡ്രോപ്പിന്റെ വോളിയം എന്ന് പറയുന്നത് 4π3πr³ ആണ്. ക്യാപിറ്റൽ R എന്ന് പറയുന്നത് വലിയ ഡ്രോപ്പിന്റെ റേഡിയസ് ആണ്. സോ 4π3πr³ വിൽ ബി ഈക്വൽ ടു 8 ഇൻറ്റു 8 കുഞ്ഞു ഡ്രോപ്സ് അല്ലേ. അപ്പൊ 8 കുഞ്ഞു ഡ്രോപ്സിന്റെ വോളിയത്തിന് ഈക്വൽ ആയിരിക്കും. രണ്ടിന്റെ വോളിയം ഈക്വൽ ആണ്. നമ്മൾ പുതുതായിട്ട് വാട്ടർ ആഡ് ചെയ്യുന്നൊന്നുമില്ലല്ലോ. അപ്പൊ വലിയ ഡ്രോപ്പിന്റെ വോളിയം ഇസ് ഈക്വൽ ടു 8 ഇൻറ്റു വോളിയം ഓഫ് ദി ഈച്ച് സിംഗിൾ ഡ്രോപ്പ്. അപ്പോൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ഡ്രോപ്പിന്റെ റേഡിയസും ചെറിയ ഡ്രോപ്പിന്റെ റേഡിയസും തമ്മിലുള്ള റിലേഷൻ കിട്ടും. അപ്പൊ ഇതിന്ന് ക്യാപിറ്റൽ R is equal to 2R എന്ന് കിട്ടും. ഇനി അതേപോലെ സർഫസ് ഏരിയ ഓഫ് 8 ഡ്രോപ്ലെറ്റ്സ്, അതെന്താ വരിക? 8 ഇൻറ്റു 4πr². 4πr² ആണ് ഒരു കുഞ്ഞു ഡ്രോപ്പിന്റെ സർഫസ് ഏരിയ.
അപ്പോൾ 8 ഡ്രോപ്സിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 32 pi r². അതുപോലെ സർഫസ് ഏരിയ ഓഫ് എ ബിഗർ ഡ്രോപ്പ് എന്താ പറയുക 4 pi r², വലിയ ഡ്രോപ്പ് ആയി കഴിഞ്ഞു. അപ്പോൾ ആറിൻ്റെ വാല്യൂ സ്മോൾ r is equal to 2r എന്നാണ്. അപ്പോൾ ഇവിടെ 4 pi 2r whole², അപ്പോൾ 16 pi r² വരും. ഇനി ഇപ്പൊ ഇവിടെ ഡിക്രീസ് ഇൻ സർഫസ് ഏരിയ, സർഫസ് ഏരിയ എത്ര കുറഞ്ഞു, വലിയ ഡ്രോപ്പായി മാറി, 8 ഡ്രോപ്പ് ചേർന്ന് വലിയ ഡ്രോപ്പായി മാറിയപ്പോൾ എത്ര സർഫസ് ഏരിയ ഡിക്രീസ് ഉണ്ടായെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം 8 ഡ്രോപ്സിന്റെയും കൂടെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 32 pi r² ആയിരുന്നു, ഒരു ഡ്രോപ്പിന്റെ 16 pi r². അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് പറയുന്നത് 16 pi r². 32 minus 16 is again 16 pi r². അപ്പോൾ ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. എനർജി റിലീസ്ഡ് എന്ന് പറയുന്നത് എനർജി റിലീസ് ചെയ്തത് എത്രയായിരിക്കും, ഡിക്രീസ് ഇൻ സർഫസ് ഏരിയ ഇൻറ്റു സർഫസ് ടെൻഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഡിക്രീസ് ഇൻ സർഫസ് ഏരിയ ആസ് 16 pi r² ആണ്. സർഫസ് ടെൻഷൻ ആസ് ഗിവൺ 0.072 ന്യൂട്ടൺ പെർ മീറ്റർ. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ എനർജി റിലീസ്ഡ്. ഓക്കെ, ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലം നോക്കി വെക്കുക. തിരിച്ചിട്ടുള്ളതും ഉണ്ടാകും, അതായത് വലിയൊരു ഡ്രോപ്പ് കുഞ്ഞു കുഞ്ഞു ഡ്രോപ്പായിട്ട് മാറുന്ന സമയത്ത് ഉണ്ടാവുന്ന എനർജി അബ്സോർബ്ഡ് എത്രയാണെന്നുള്ളത്. അപ്പോൾ അതും നോക്കി വെക്കുക, അങ്ങനത്തെ പ്രോബ്ലംസ്. ഓക്കെ, പ്രൂവ് എനി സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി കാർനോട്ട് തിയറം. അപ്പോൾ കാർനോട്ട് തിയറത്തിന്റെ ക്ലോഷർ സ്റ്റേറ്റ്മെന്റും അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് പ്രൂവ് ചെയ്യുക. കാർനോട്ട് തിയറം എന്താണെന്ന് എഴുതുക. നോ എഞ്ചിൻ ക്യാൻ ബി മോർ എഫിഷ്യൻറ്റ് ദാൻ എ കാർനോട്ട് റിവേഴ്സിബിൾ എഞ്ചിൻ വർക്കിംഗ് ബിറ്റ്വീൻ ദി സെയിം ടു ടെമ്പറേച്ചേഴ്സ്. പിന്നെ രണ്ടാമത്തെ വേറെ സ്റ്റേറ്റ്മെന്റ്, ഓൾ റിവേഴ്സിബിൾ എഞ്ചിൻ വർക്കിംഗ് ബിറ്റ്വീൻ ദി സെയിം ടെമ്പറേച്ചർ ലിമിറ്റ്സ് ഹാവ് ദി സെയിം എഫിഷ്യൻസി. അപ്പം ഇത് പ്രൂവ് ചെയ്യുക. അത് നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യമാണ്, ഇത് പ്രൂവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾ ടെക്സ്റ്റിലുള്ള നോക്കി പഠിക്കാം. Okay, next is given the temperature inside and outside the refrigerator are 273 Kelvin and 303 Kelvin. Inside 273 ആണ്, പുറത്ത് 303 ആണ്. Determine the heat delivered to the surroundings for every joule of work done, assuming the refrigerator cycle to be reversible. So determine the heat delivered എത്രയാണ്, സറൗണ്ടിങ്സിലേക്ക് കൊടുക്കുന്ന ഹീറ്റ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ ഇൻസൈഡ് ദ റെഫ്രിജറേറ്റർ T2 ആണ്, ഔട്ട്സൈഡ് T1 ആണ്. ഹീറ്റ് ഡെലിവേർഡ് ടു സറൗണ്ടിങ്സ് Q1 ആണ് എടുക്കുക. ഓരോ ഫോർ എവറി സൈക്കിൾ റെഫ്രിജറേറ്റർ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നത് ബീറ്റ ഇസ് ഈക്വൽ T2 by T1 minus T2 ആണ്. ഇറ്റ് ഇസ് Q2 divided by W. W is equal to the work done is equal to Q1 minus Q2. അപ്പോൾ Q1 minus Q2 W is equal to ഇവിടെ നോക്കുക, നമുക്ക് തന്നിട്ടുള്ളത് ബീറ്റ ഇസ് ഈക്വൽ ടു കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് നമുക്കറിയാം, ബീറ്റ ഇസ് ഈക്വൽ T2 divided by T1 minus T2 is equal to Q2 divided by W ആണ്, നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ്. ഈ W എന്ന് പറയുന്നത് വർക്ക് ഡൺ ഇസ് Q1 minus Q2 ആണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് W ഇസ് 1 joule, അതായത് determine the heat delivered to the surroundings for every joule of work done. every joule എന്ന് പറഞ്ഞാൽ ഓരോ 1 joule-നും എത്രയാണ് ഹീറ്റ് റിലീസ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ 1 joule ആണ് വർക്ക് ഡൺ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. T2 by T1 minus T2 എന്നുള്ളത്, T2 എന്ന് പറഞ്ഞാൽ 273, T1 minus T2 303 minus 273 equal to Q2 divided by W-ന് പകരം 1 എന്ന് കൊടുക്കാം. അപ്പോൾ ഇതിന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് Q2 is equal to 273 divided by 303 minus 273 എന്ന് വരും. into 1. Q2 is equal to 9.1 joule എന്ന് വരും. അതിന് Q1 is equal to Q2 minus Q1 എന്ന് പറയുന്നത് W plus Q2 എന്ന് വരും. അപ്പോൾ 1 plus 9.1 that is 10.1 joule. Heat delivered to surrounding is 10.1 joule. Okay. Next is calculate the change of entropy when 2 kg of water at its boiling point is converted into steam at the same temperature. Given the specific latent heat of steam is 226 into 10 raised to 4 joule per kilogram. ഇപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് 2 kg of water ആണ്. Increase in entropy when 2 kg of water at 373 is converted to steam at 373. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ചേഞ്ച് ഇൻ എൻട്രോപ്പി ആണ്. 2 കിലോഗ്രാം വാട്ടർ ബോയിൽ ചെയ്യുന്ന സമയത്ത്, ബോയിൽ ചെയ്തിട്ട് സ്റ്റീം ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം എൻട്രോപ്പി ഇൻക്രീസ് ഉണ്ടാകും. നമ്മൾ നേരത്തെ കണ്ടു ഒരു പ്രോബ്ലത്തിൽ എന്താണ് ഇറിവേഴ്സിബിൾ പ്രോസസ് ആകുമ്പോൾ there is a increase in entropy.
ഇപ്പോൾ സെയിം ടെമ്പറേച്ചറിൽ സ്റ്റീമായി മാറുമ്പോൾ എത്രത്തോളം ഇൻക്രീസ് ആൻഡ് എൻട്രോപ്പിയാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ds is equal to dq divided by t. dq എന്ന് പറയുന്നത് m into l. m എന്ന് പറഞ്ഞാൽ ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ആണ്. l എന്ന് പറയുന്നത് m എന്ന് പറയുന്നത് മാസ് ml by t. അപ്പോൾ ഇവിടെ l എന്ന് പറയുന്നത് സ്റ്റീമിന്റെ l ആണ്. അതുപോലെ t എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഓഫ് സ്റ്റീം ആണ്. ഓക്കെ, അപ്പോൾ 2 into 2 കിലോഗ്രാം ആണ്. l എന്ന് പറയുന്നത് നമുക്ക് 226 into 10⁴ ആണ്. 226 നോക്കട്ടെ, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ചെറിയ വ്യത്യാസം. 226 into 10⁴ ആണ്. ഓക്കെ, ഇവിടെ 226 into 10⁴ തന്നെ എടുക്കാം. 226 into ഇവിടെ 2 പോയിന്റ് എഴുതി പോയിട്ടുണ്ട്, തെറ്റിപ്പോയതാണ്. 226 into 10⁴ divided by 373. അപ്പോൾ ഇവിടെ ഇത് ചെയ്ത് നോക്കുക. ഇവിടെ ശ്രദ്ധിക്കുക, ഇതില് ഈ 226 അല്ല ശരിക്കും നിങ്ങളെ ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ 2.26 ആണ്. അപ്പം അതുകൊണ്ടാണ് 226 പകരം 2.26 ആൻസർ എടുത്തത്. അപ്പം നിങ്ങൾ ജസ്റ്റ് അത് ഓർത്തിരിക്കുക. ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയുന്നത് 2.26 into 10⁴ ആണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി അടുത്തത് SC ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒന്ന് മാത്രമേ ആൻസർ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് വൺ ഒബ്റ്റെയിൻ എക്സ്പ്രഷൻ ഫോർ എക്സസ് പ്രഷർ ഇൻസൈഡ് എ ലിക്വിഡ് ഡ്രോപ്പ്. അപ്പോൾ അതിൽ എന്തൊക്കെ വേണം? ഫിഗർ വേണം, എന്താണ് എക്സസ് പ്രഷർ, എങ്ങനെയാണ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വേണം, ഡെറിവേഷൻ വേണം. അപ്പോൾ അതിനാണ് ഇങ്ങനെ മാർക്ക്. ഫിഗർ 1 മാർക്ക്, ഡിസ്ക്രിപ്ഷന് 3 മാർക്ക്, ഡെറിവേഷന് 7 മാർക്ക്. ഓക്കെ ഓക്കെ പിന്നുള്ളത് കാർനോട്ട്. ഡിസ്കസ് ദി കാർനോട്ട് സൈക്കിൾ യൂസിങ് എ നീറ്റ് PV ഡയഗ്രാം. ഒബ്റ്റെയിൻ എ എക്സ്പ്രഷൻ ഫോർ ദ എഫിഷ്യൻസി. അപ്പോൾ ഒരു കാർനോട്ട് സൈക്കിൾ വരയ്ക്കാം. പിന്നെ 4 പ്രോസസ്സാണ്. അഡിയബാറ്റിക് ഐസോതെർമൽ എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡിയബാറ്റിക് എക്സ്പാൻഷൻ, അഡിയബാറ്റിക് കംപ്രഷൻ. അത് 4 പ്രോസസ്സും പറയാം. അത് 4 പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്, എവിടെയാ സിങ്കിൽ വെച്ചോ എവിടെ വെച്ചോ എക്സ്പാൻഡ് ചെയ്തു, അങ്ങനത്തെ കാര്യങ്ങളില്ലേ. അപ്പോൾ ആ കാര്യങ്ങൾ പറയണം. പിന്നെ വർക്ക് ഡൺ ഇൻ 4 പ്രോസസ് അത് എഴുതുക. നെറ്റ് വർക്ക് ഡൺ ഇൻ ഇക്വേഷൻ, എഫിഷ്യൻസിയുടെ ഇക്വേഷൻ. അപ്പോൾ അതിൽ 11 മാർക്ക് കിട്ടും. അപ്പോൾ അതിൽ അതായത് നിങ്ങൾ ഗ്യാസ് സിലിണ്ടർ മാറ്റി മാറ്റി വെച്ചിട്ട് എക്സ്പാൻഷനും കംപ്രഷനും അതിൻ്റെ വർക്ക് ഡണ്ണും ആ കാര്യങ്ങളൊക്കെ എഴുതാം. ഓക്കെ, അപ്പോൾ അത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. അപ്പോൾ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കാം. വളരെ ഈസി ആയിട്ടുള്ള ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രോബ്ലംസ് ആണ് ഉണ്ടാവുക. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ കമ്മിങ് എക്സാംസ്. താങ്ക് യു.